ജനപിന്തുണ പരിപൂർണമായി നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ മോദി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പഠിക്കുകയാണ്. ദിനം പ്രതിയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ മോദി അനുകരിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ദയനീയമെന്ന് പറയട്ടെ, ഈ അനുകരണങ്ങളെല്ലാം വളരെ ദയനീയമായി പരാജയപ്പെടുകയും ജനങ്ങൾ മോദിയെ ട്രോൾ ചെയ്യുകയുമാണ് സംഭവിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റായി മോദിയുടെ ബംഗാളിലെ ഒരു ഡ്രാമ പുറത്തു വന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ട്രോളി ആഘോഷിക്കുകയാണ്. വളരെ സ്ക്രിപ്റ്റഡായി ഉണ്ടാക്കിയ ഈ നാടകം അമ്പേ പരാജയപ്പെട്ടു. ബംഗാളിലെ ഒരു പെട്ടിക്കട മോദി അപ്രതീക്ഷിതമായി എന്ന വ്യാജേന സന്ദർശിച്ച് ജാൽമുടി, അതായത് പൊരി അല്ലെങ്കിൽ അവൽപ്പൊരി എന്ന് പറയുന്ന സ്നാക്ക് വാങ്ങുന്ന റീലാണ് ഏറ്റവും ലേറ്റസ്റ്റായി ജനങ്ങൾ തുറന്നു കാണിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ പെട്ടിക്കടക്കാരൻ തന്നെ മോദിയുടെ ഈ നാടകം തുറന്നു കാണിച്ചു എന്നുകൂടി പറയുമ്പോൾ എത്ര വലിയ നാണക്കേടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്ന മോദി ഉണ്ടാക്കി വെച്ചത് എന്ന് ഓർക്കണം. ഈ മുൻകൂട്ടി തയ്യാറാക്കിയ ഫ്ലോപ്പ് ഡ്രാമയുടെ കാര്യങ്ങൾ വിശദമായി വ്യക്തമാക്കി തരാം. എന്നെ കാണുന്ന നിങ്ങളിൽ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്ന വഴി അപ്രതീക്ഷിതമായി വണ്ടി നിർത്തി ഒരു പെട്ടിക്കടയിലേക്ക് കടന്നു ചെല്ലുന്നു എന്ന വ്യാജേനയാണ് മോദി കടന്നു വരുന്നത്. രാഹുൽ ഗാന്ധി വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അപ്രതീക്ഷിതമായി ബാർബർ ഷോപ്പുകളിൽ ചെല്ലുന്നതും ചെരുപ്പ് കുത്തിയുടെ പൊളിഞ്ഞു കിടക്കുന്ന പെട്ടിക്കട സന്ദർശിക്കുന്നതും റെസ്റ്റോറൻറ്റുകൾ സന്ദർശിക്കുന്നതും അനുകരിക്കാനാണ് മോദി ശ്രമിച്ചത്. ആദ്യം മോദി തന്നെ പങ്കുവച്ച അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. ജാൽമുടി ബ്രേക്ക് ജാർഗ്രാം എന്ന വിവരണത്തോടെയാണ് മോദി ഈ വീഡിയോ പങ്കുവച്ചത്. भाई हमें अपना जालमुली खिलाओ। हाँ, कितने का होता है आपका जालमुली? आप कितने का नहीं, अच्छे वाला कितने का होता है? 10 पीस। हाँ, जो भी है बना दो। हाँ दाल थोड़ी खाएंगे? हाँ हाँ, खाएंगे, बिल्कुल खाएंगे। तो कितना 10 रुपए देना है? दुकान में आए सर। हाँ, 10 रुपए देना है। नहीं भाई, ऐसा नहीं। हाँ हाँ प्याज खाते हैं आप? हाँ, आप प्याज खाते हैं, दिमाग नहीं खाते बस। അകലെ നിന്ന് നടന്നു വരുമ്പോൾ തന്നെ ഭായി എനിക്ക് നമ്മുടെ ജാൽമുടി തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. भाई हमें अपना जालमुली खिलाओ। हाँ, അപ്രതീക്ഷിതമായി ഒരു കടയിലേക്ക് വരുന്നയാൾ അകലെ നിന്ന് നടന്നു വരുമ്പോൾ തന്നെ എങ്ങനെയാണ് എനിക്ക് എൻ്റെ പൊരി നൽകൂ എന്ന് പറയുന്നത്? അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ സ്ഥിരമായി സന്ദർശിക്കുന്ന കടയിലേക്ക് നമ്മൾ നടന്നു ചെല്ലുമ്പോഴാണ് നമ്മുടെ സ്പെഷ്യാലിറ്റിയായ ജാൽമുടി എടുക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഈ കടയിൽ എന്താണ് ഉള്ളത് എന്ന് മോദിക്ക് എങ്ങനെ അറിയാം? അപ്രതീക്ഷിതമായാണ് കടന്നു വരുന്നത് എങ്കിൽ. അതുപോലെ ഈ ചെറിയ പെട്ടിക്കടയിലെ ഭരണികളെല്ലാം പരിപൂർണമായി നിറഞ്ഞാണ് ഇരിക്കുന്നത്. സ്റ്റാളുകളെല്ലാം ഫുള്ളി സ്റ്റോക്ക്ഡ് ആണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരു കടയിലും ഇങ്ങനെ കാണുകയില്ല. ദിനം പ്രതി ആളുകൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരിക്കലും എല്ലാ പാക്കറ്റുകളും പരിപൂർണമായി നിറഞ്ഞിരിക്കുകയില്ല. എല്ലാ ഷെൽഫുകളും ഫുള്ളായി ഇരിക്കുകയില്ല. അതും പറയുന്ന ആ ശബ്ദം കേട്ടാൽ ഛർദ്ദിക്കാൻ വരും. ഭായ് ഹമേ അപ്നാ ജാൽമുടി ഖിലാവോ. भाई हमें अपना जालमुली खिलाओ। हाँ, സാധാരണ നമ്മൾ ഒരു കടയിലേക്ക് ചെല്ലുമ്പോൾ ഒരു നേതാവാണെങ്കിൽ എന്തുണ്ട് വിശേഷം, കച്ചവടം എങ്ങനെ പോകുന്നു, എന്താണ് പേര്, എവിടെയാണ് വീട്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഏതൊക്കെ സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആദ്യം ചോദിക്കേണ്ടത്. और अपने काम के बारे में बताओ, कितने घंटे करते हो, कितना पैसा बनता है? अभी बन जाता है 400-500 रुपए, सुबह 7 बजे से रात को 8:30 बजे तक। और कैसे सीखे? सर जी गांव में सरेनी में सीख रहे थे, फिर मुंबई गए। किसने सिखाया? हमारे बड़े भाई। अच्छा, वो भी यही करते हैं? हाँ, वो भी करते सर जी। फिर आप बम्बई गए? हाँ, किसी सैलून में काम किया? हाँ सैलून में सर जी नौकरी कर रहे थे। वो कैसा लगा? सर जी ठीक था, इधर गाँव में अपने इधर ज़्यादा सही था। अच्छा, और कितने साल से कर रहे हो? सर जी 2005-6 से कर रहे हैं। अच्छा, दुकान किराए की है? हाँ सर किराए कितना देते हो किराया? 1500 रुपये। और कितने लोग काम करते हैं? सर जी 3 लोग काम करते हैं। സ്വാഭാവികമായി മോദി രണ്ടാമത് പറയുന്നത് നിങ്ങളുടെ ജാൽമുടിക്ക് എത്രയാണ് വില എന്നാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള രീതിയിലല്ല അപ്രതീക്ഷിതമായി വരുന്ന ഒരു നേതാവ് ചോദിക്കുന്നത്. कितने का होता है आपका जालमुली? आप कितने का? വിശേഷം ചോദിച്ച ശേഷം
എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിച്ച ശേഷം ഒരു ജാൽമുടി തരൂ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ എത്രയായി എന്ന് ചോദിക്കുകയുള്ളൂ. നല്ല ജാൽമുടിക്ക് എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ 10-20 അങ്ങനെയാണ് എന്ന് കടക്കാരൻ പറയുന്നു. അത് ഉണ്ടാക്കി തരൂ എന്ന് മോദി പറയുന്നു. ഈ ഷോട്ട് കാണുമ്പോൾ തന്നെ അറിയാം കടയുടെ ഉള്ളിൽ ആ മൂലയിൽ നിന്നാണ് ഈ ക്യാമറ ഷോട്ട് വരുന്നത് എന്ന്. അതായത് നേരത്തെ തന്നെ ക്യാമറാമാനെ കടയ്ക്കുള്ളിൽ കയറ്റി ഒളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ജാൽമുടി കഴിക്കുമോ എന്ന് കടക്കാരൻ ചോദിക്കുമ്പോൾ കഴിക്കുമെന്ന് മോദി പറയുന്നു. എന്നിട്ട് ഡിജിറ്റൽ പേയ്മെന്റ് കൊണ്ടുവന്നു എന്ന് പറയുന്ന UPI കൊണ്ടുവന്ന് എല്ലായിടത്തും അതാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ മോദി ക്യാഷ് ആണ് കൊടുക്കുന്നത്. അതും 20 രൂപ കൊടുത്തിട്ട് 10 രൂപ ബാക്കി വാങ്ങിക്കുന്നു. കഷ്ടം തന്നെ. അതുപോലെ ക്യാമറ ഷോട്ടുകൾ പല ആംഗിളുകളിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാം. അവസാന ഷോട്ടിൽ പുറത്തു നിന്നുള്ള ക്യാമറയാണ് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ കടക്കാരൻ ചോദിക്കുകയാണ് ഒനിയൻ കഴിക്കുമോ എന്ന്. അപ്പോൾ മോദി വിദേശത്ത് തമാശ പറയുന്നത് പോലെയുള്ള ഒരു ഊളൻ തമാശയാണ് പറയുന്നത്. ഒനിയൻ കഴിക്കും, പക്ഷെ തലച്ചോറ് കഴിക്കുകയില്ല എന്ന്. ഇത് പറഞ്ഞ് സ്വയം ആർത്തലച്ച് ചിരിക്കുകയാണ്. വിദേശ നേതാക്കളുടെ മുന്നിൽ വെകിടൻ ചിരി ചിരിക്കുന്നത് പോലെ. प्याज खाते हैं आप दाल में? हाँ हाँ प्याज खाते हैं, दिमाग नहीं खाते बस। എന്ത് തമാശയാണ് തലച്ചോറ് കഴിക്കില്ല എന്ന് പറഞ്ഞതിൽ ഉള്ളത് എന്ന് എനിക്കറിയില്ല. അതുപോലെ എന്തർത്ഥത്തിലാണ് തലച്ചോറ് കഴിക്കുകയില്ല എന്ന് പറഞ്ഞതുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരുപക്ഷെ രാജ്യത്തെ മന്ദഭക്തരുടെ മുഴുവൻ തലച്ചോറ് കഴിച്ചതിനാലാവണം അവരെല്ലാവരും തലച്ചോറില്ലാത്തവരായി വെറും മണ്ടന്മാരായി തുടരുന്നത്. ഇതിന്റെ വീഡിയോ മോദിയുടെ മുതലാളി മൊദാനിയുടെ NDTV ഷെയർ ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഡസൻ കണക്കിന് ക്യാമറകളുമായാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി റീൽ ഷൂട്ട് ചെയ്യാൻ എത്തിയത് എന്ന് വ്യക്തമായി മനസ്സിലായത്. അവരുടെ വീഡിയോയിൽ നിന്നെടുത്ത സ്ക്രീൻഷോട്ടാണ് ഇത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ആ കടയുടെ മൂലയിൽ ഒരു ക്യാമറാമാൻ ഒളിച്ചു നിൽക്കുന്നത്. മോദി പങ്കുവച്ച ഈ ചിത്രങ്ങൾ കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാവും അത് ഉള്ളിൽ മൂലയ്ക്ക് ഒളിച്ചു നിന്ന ക്യാമറമാൻ ഷൂട്ട് ചെയ്തതാണ് എന്ന്. ഇത് കണ്ടോ, കടയുടെ മൂലയിൽ നിന്ന് കടക്കാരന്റെ സൈഡിൽ നിന്ന് പുറത്തേക്കുള്ള ഷോട്ടാണ് ഇത്. ഈ ചിത്രത്തിന്റെ ആംഗിൾ പുറത്തുനിന്ന് അകത്തേക്കാണ് എന്ന് വ്യക്തമാകും. അതുപോലെ അകത്തു നിന്ന് എതിർ സൈഡിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോയാണ് ഇത്. വളരെ ചെറിയ കടയാണ് എന്നും നമുക്ക് കാണാം. എന്നാൽ എല്ലാ ഷെൽഫുകളും എല്ലാ ഭരണികളും പരിപൂർണമായി നിറഞ്ഞാണ് ഇരിക്കുന്നത്. NDTV കൊടുത്ത ആ വീഡിയോയിൽ വിവിധ ക്യാമറകൾ കാണുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം അകത്ത് മൂലയ്ക്ക് ഒളിച്ചു നിൽക്കുന്ന ക്യാമറാമാനെ. ഇവിടെ ഇടതുവശത്ത് ആ ഫോണുമായി നിൽക്കുന്ന ആളിന്റെ ഇടതുവശത്തായി മറ്റൊരു ക്യാമറാമാനെ കാണാം. ഇവിടെ മൂലയ്ക്ക് വേറൊരു ക്യാമറാമാനെ കാണാം. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ നേരത്തെ തന്നെ മോദിയുടെ ആളുകൾ വന്ന് ഈ കടയെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എല്ലാ ഭരണികളും സ്റ്റാളുകളും പൂർണ്ണമായി ഫിൽ ചെയ്ത് അറേഞ്ച് ചെയ്തു വെച്ചു. മോദി വന്നു പോയതിനു ശേഷം വളരെയേറെ മീഡിയകളാണ് ഈ കടക്കാരനെ ഇന്റർവ്യൂ ചെയ്തത്. ആജ് തക് അയാളെ ഇന്റർവ്യൂ ചെയ്യുന്നത് കണ്ടുകൊള്ളൂ. कल तो आपके यहाँ मोदी जी आए थे। हाँ जी। तो कल के बाद मोदी जी के जाने के बाद से क्या क्या हो रहा है आपके यहाँ पर? यही बहुत मीडिया वाला लोग आ रहे हैं, वीडियो बना रहे हैं, वायरल कर रहे हैं, और क्या क्या खाएं, क्या गए, क्या दिए, यही सब बोल रहे हैं। और क्या तो रील्स भी बना रहा है कोई आके? हाँ, रील्स तो भी बना रहा है, बहुत लोग कर रहा है, सुमन कर रहा है, बहुत वायरल हो रहा है सर। अब व्यवसाय में हम कर नहीं पा रहे हैं, इतना लोग तंग लोग कर दे रहे हैं। आप जैसे हरे माइक पकड़ा दे रहे, वो हरे माइक पकड़ा दे रहे, तो कैसे हम क्या करें? कितना आदमी आ रहा है सुबह से? कब दुकान खोलते हैं आप? बोले 9 क्लास तक पढ़े हैं। तभी आपको कैसा लग रहा है? कैसा लगेगा, ठीक ही। आप क्या, कोई भी तो आप सेलिब्रिटी बन गए। हाँ, मोटा मोटी तो है। ഇത് സംസാരിക്കുമ്പോഴുള്ള ആ കടക്കാരന്റെ മുഖഭാവം കണ്ടോ? വളരെ സങ്കടത്തോടെ വളരെ ദയനീയമായ മുഖത്തോടെയാണ് സംസാരിക്കുന്നത്. മോദി വന്നു പോയതിനു ശേഷം വളരെ മീഡിയക്കാർ വന്നു, വളരെയേറെ ആളുകൾ വന്ന് റീലുണ്ടാക്കി വൈറൽ ആക്കുന്നു. അല്ലാതെ തനിക്ക് എന്തു ഗുണം? ബിസിനസ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. കച്ചവടം കുറയുകയാണ് ഉണ്ടായത്. ആളുകൾ റീലുണ്ടാക്കി വൈറലാകുന്നു. അവന്റെ കച്ചവടം അവതാളത്തിലാകുന്നു. അതുപോലെ അവൻ പറയുന്നത് അവൻ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, ബീഹാറിൽ നിന്ന് ഉള്ളവനാണ്. ഓർക്കണം, 20 വർഷത്തിലധികമായി മോദിയുടെ ട്രബിൾ എഞ്ചിൻ സർക്കാർ ഭരിക്കുന്ന
ബീഹാറിൽ നിന്ന് വന്നവനാണ് ഇയാൾ. അത്ര വലിയ വികസനമാണ് മോദിയും കൂട്ടരും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ളത് എന്ന് മനസ്സിലായല്ലോ. കണ്ടിട്ട് വളരെ ചെറുപ്പക്കാരനാണ്. 9ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇതാണ് മോദിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരുള്ള സ്ഥലങ്ങളിലെ യാഥാർത്ഥ്യം. മോദി ഈ റീൽ ഷൂട്ട് കഴിഞ്ഞ ശേഷം നടന്ന റാലിയിൽ പറഞ്ഞത് ബംഗാളിൽ നിന്നുള്ള പലായനം BJPയുടെ സർക്കാർ വന്നാൽ ഇല്ലാതാക്കും എന്നാണ്. എന്നാൽ 20 വർഷങ്ങളിൽ അധികമായി മോദിയും കൂട്ടരും തുടർച്ചയായി ഭരിക്കുന്ന ബീഹാറിൽ നിന്ന് ജീവിക്കാൻ വകയില്ലാതെ പലായനം ചെയ്ത് ബംഗാളിൽ നിത്യവൃത്തിക്കായി എത്തിയവനാണ് ഇവൻ. മോദിയുടെയും BJPയുടെയും യാഥാർത്ഥ്യവും അവരുടെ ഭരണത്തിന്റെ യാഥാർത്ഥ്യവും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണെന്നും ഇവൻ വ്യക്തമായി കാണിക്കുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം, മോദി ഇവിടെ ജാൽമുടിക്ക് പറയുന്നത് ജാൽമൂലി എന്നാണ്. അതും പല പ്രാവശ്യമാണ് ജാൽമൂലി എന്ന് തെറ്റായി പറയുന്നത്. അതും വലിയ വിവാദമായിരിക്കുകയാണ്. മോദിയുടെ ഈ വീഡിയോയ്ക്ക് 100 മില്യണിൽ അധികം വ്യൂ ലഭിച്ചു എന്നാണ് കേൾക്കുന്നത്. കാരണം മന്ദഭക്തർക്ക് ആത്മനിർവൃത്തിക്കായി ആകെ ലഭിച്ച ഒരു റീലാണ് ഇത്. അങ്ങനെ രാഹുൽ ഗാന്ധിയെ അനുകരിച്ച് നാണം കെട്ടിരിക്കുകയാണ് മോദി. രാഹുൽ ഗാന്ധിയെ പോലെ ആവാൻ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ സാധിക്കൂ എന്ന് വ്യക്തമായല്ലോ. രാഹുൽ ഗാന്ധിയെ അനുകരിക്കാൻ ശ്രമിച്ച് റീലുണ്ടാക്കി നാണം കെട്ട മോദിയുടെ ഈ നാടകത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?